പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം എന്നീ 3 കാര്യങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ഇതാണ് ഗതാഗത മന്ത്രി സി.പി. ജോൺ ഇപ്പോൾ പറഞ്ഞ് വലിയ വിവാദത്തിലായിരിക്കുന്നത്. അദ്ദേഹം സ്ത്രീകളെ അധിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ ഈ വിഷയത്തെ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അഭിനയം ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പണക്കാരനായി പാവപ്പെട്ടവൻ അഭിനയിക്കുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത പെരുമാറ്റം, ബസ്സിന് കാശില്ലാത്ത സ്ത്രീകൾ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുകയാണ്. സർക്കാർ സ്കൂളുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീകൾ സർക്കാർ ആശുപത്രി വരാന്തയിൽ തൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ട് കിടക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പേടിയാണ്. കാരണം അവിടെ കൊടുക്കാൻ പണമില്ല. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഇരട്ടത്താപ്പായിട്ടാണോ കാണേണ്ടത്? സി.പി. ജോണിൻ്റെ ഒരു പ്രശ്നമായിട്ടാണോ കാണേണ്ടത്? അല്ല, സി.പി. ജോൺ അത് കഴിഞ്ഞതിന് ശേഷം അത് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: കേരളത്തിൽ അതിദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ ദാരിദ്ര്യം ഇല്ലാതായി എന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നാണ് ജോൺ പറഞ്ഞത്. ജോൺ എന്ത് പറഞ്ഞുകൊള്ളട്ടെ, എങ്ങനെ സമൂഹം അത് വായിക്കുന്നു, അതാണ് നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യാവുന്നൊരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. കാരണം സമൂഹം എങ്ങനെ വായിക്കണമെന്ന് വെച്ചാൽ, സ്ത്രീകളെ ജോൺ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. സ്ത്രീകളെ ജോൺ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുകയാണ് സർക്കാർ. സ്ത്രീകളും അതേപോലെ തന്നെ സമൂഹവും ഇതിനെ സൗജന്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. അതാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയാം. അത് സൗജന്യമായിട്ട് കണക്കാക്കണമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കും, ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്ത്രീ സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റുമോ? നിനക്ക് ഞാൻ കുറേ സൗജന്യം തരാണ്, വേണമെങ്കിൽ നീ നക്കി തിന്നുകൊണ്ട് പോടാ എന്ന് പറഞ്ഞാൽ നിന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഒരു അവകാശ യാത്രയായിട്ട് അംഗീകരിച്ചാൽ മാത്രമാണ് ആത്മാഭിമാനത്തോട് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതെന്താ ഈ നേതാക്കന്മാർ മനസ്സിലാക്കാത്തത്? ആ വിഷയം എന്തുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടാതെ പോയത്? ജോണിൻ്റെ ശ്രദ്ധയിൽ അത് യഥാർത്ഥത്തിൽ പെടേണ്ടതായിരുന്നു. അത് അങ്ങനെ ആ കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു പരാമർശം ജോണിന് നടത്താൻ കഴിയില്ല. കാരണം സ്ത്രീകളെ ആക്ഷേപിക്കാൻ ഒരിക്കലും ജോൺ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ജോണിന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതിൻ്റെ പേര്. പക്ഷേ ജോൺ ഉയർത്തിയ പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പരിശോധിക്കേണ്ടതാണ്. ആ വിഷയം നമുക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പോവാം. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ സൗജന്യ യാത്ര എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശമാണ് എന്ന് സർക്കാർ പ്രഖ്യാപിച്ചേ പറ്റും. ഇതൊരിക്കൽ പോലും സർക്കാരിൻ്റെ സൗജന്യമല്ല, അത് സ്ത്രീകളുടെ അവകാശമാണ്. സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കേരളം കണ്ടെത്തിയ ഒരു വഴിയായിട്ട് തന്നെ അതിനെ കണക്കാക്കണം. അങ്ങനെ കണക്കാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം തന്നെ നഷ്ടപ്പെടുന്നു എന്നാണ് അതിനർത്ഥം. ജോണിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു പോകും അങ്ങനെ അതിനെ കണക്കാക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ. അങ്ങനെ കണക്കാക്കിയാൽ അത് ദാരിദ്ര്യത്തിൻ്റെയോ പണമില്ലായ്മയുടെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ സൗജന്യ യാത്ര ആസ്വദിക്കുന്നത് അതവരുടെ അവകാശമാണ് എന്ന നിലയിലാണെങ്കിൽ മാത്രമാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സൗജന്യമാണ്, നിങ്ങൾക്ക് തരുന്ന അപ്പക്കഷ്ണമാണ് എന്ന് പറഞ്ഞാൽ ആ പദ്ധതി തന്നെ സത്യത്തിൽ പൊളിഞ്ഞു പോകും. അത് പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ജോൺ സംഭാഷണത്തിൽ നിന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജോണിനെ അങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ജോൺ സ്ത്രീകളെ പരിഹസിച്ചിരിക്കുന്നു, അപമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തക്ക് പ്രാധാന്യം വരുന്നു. ഇനി നമുക്കതിനപ്പുറത്തുള്ള ഒരു വിഷയത്തിലേക്ക് പോകാം. എന്താണ് അപ്പുറത്തുള്ള വിഷയം? അപ്പുറത്തുള്ള വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ മനുഷ്യരുടെ മനസ്ഥിതിയുടെ പ്രശ്നമാണ്, മനോനിലയുടെ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞു, അവർ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുമ്പോൾ സൗജന്യമായിട്ടുള്ള യാത്ര അവരുപയോഗിക്കുന്ന സമയത്ത് സർക്കാർ സൗജന്യമായിട്ട്
പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിലേക്ക് എന്തുകൊണ്ട് അവരുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല എന്ന് പറയുന്ന ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അതിനവർക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ടാകും. എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? ആ കുട്ടികളുടെ ഭാവി സർക്കാർ സ്കൂളുകളിൽ ഭംഗിയായിട്ടുള്ള രീതിയിൽ വികസിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് അവരുടെ ഭയമാണ്. എൻ്റെ കുട്ടിക്ക് സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ ഭാവി നശിച്ചു പോകുമെന്ന് കരുതുന്ന തരത്തിലാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. അവർ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ വിടാൻ സാധ്യത കുറവാണ്. കുറേ കാലമായിട്ട് പക്ഷേ സർക്കാർ വിദ്യാഭ്യാസത്തിലും സർക്കാർ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലൊക്കെ സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. പഴയ സർക്കാരിനെ നമ്മൾ വിമർശിക്കുമെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട്. പഴയ കാലത്തിനേക്കാൾ കൂടുതലായിട്ട് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകാനായിട്ടുള്ള ശ്രമവും ഈ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ എപ്പോഴും അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദരിദ്രരായിട്ടുള്ള മനുഷ്യരെ സർക്കാർ സ്കൂളിൽ ചേർക്കാതെ ഈ സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് യഥാർത്ഥത്തിൽ ഭരണകർത്താക്കളാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് സർക്കാർ സ്കൂളുകൾ മാത്രമേ ഉള്ളൂ, CBSE ഒന്നും ഇല്ല കേരളത്തിൽ. സ്വകാര്യ സ്കൂളുകളെക്കുറിച്ച് നമ്മളങ്ങനെ ചിന്തിക്കേണ്ടതില്ല. കാരണം 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നതിന് ശേഷം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ ഏതാണ്ട് ദേശവൽക്കരിച്ച സ്വഭാവത്തിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമാണ്, സ്വകാര്യ സ്ഥാപനങ്ങളില്ല. അപ്പോൾ ഈ സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിന്നെ വിവേചനത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. അവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നു, ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നു, അതുകൊണ്ട് ഇവിടെ പഠിക്കണം അവിടെ പഠിക്കണ്ട എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ വരുന്നില്ല. എല്ലാവരും സർക്കാർ സ്കൂളിലേക്ക് പോകുന്നു, എല്ലാവരും പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നീട് ഈ പണത്തിൻ്റെ വിവേചനമാണ് സർക്കാർ സ്കൂളുകളും അതേപോലെ തന്നെ സ്വകാര്യ സ്കൂളുകൾ എന്ന് പറഞ്ഞ രണ്ട് സംവിധാനങ്ങൾ വരികയും സ്വകാര്യ സ്കൂളുകൾ എന്ന് പറയുന്നത് മികച്ച പഠന കേന്ദ്രങ്ങളാണ് എന്ന് വിശ്വസിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ കുട്ടികൾ അവിടെ പോവുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഇതെങ്ങനെ മാറും? ഇപ്പോൾ നമുക്ക് എൻജിനീയറിംഗ് കോളേജ് എടുത്ത് പരിശോധിച്ചാൽ സർക്കാർ സ്വാശ്രയ കോളേജ് എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു എൻജിനീയറിംഗ് കോളേജ്, മോഡൽ എൻജിനീയറിംഗ് കോളേജ് കൊച്ചിയാണ്. അത് രാജഗിരിയേക്കാൾ മികച്ച സ്ഥലമാണ്, സർക്കാർ നടത്തുന്നതാണ്. രാജഗിരി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും അതിൻ്റെ കച്ചവട സ്വഭാവത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മികച്ചതും ഉയർന്നതുമാണ്. പക്ഷെ അതിനേക്കാൾ മികച്ച ഒരു പൊസിഷൻ, ഒരു പ്രൊഫൈൽ പൊസിഷൻ എന്ന് പറയുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. അപ്പോൾ രാജഗിരിയിലും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലും നിങ്ങൾക്ക് പ്രവേശനം കിട്ടിയാൽ നിങ്ങൾ എവിടെ പോകും എന്ന് ചോദിച്ചാൽ നല്ല വിദ്യാർത്ഥി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ടായ മികവാണ് ശരിക്കും. അതുപോലെ നമ്മുടെ സർക്കാർ സ്കൂളുകളെയും വളർത്തുകയും വികസിപ്പിക്കുകയൊക്കെ ചെയ്താൽ ആ പ്രശ്നത്തിന് തീർച്ചയായിട്ടും പരിഹാരമുണ്ട്. അല്ല, ഇവിടെ തീർന്നില്ല അദ്ദേഹം. പക്ഷേ ഇക്കാര്യം പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ ഈ പണമുള്ളവർ തന്നെ അല്ലെങ്കിൽ തയ്യാറാവുന്നില്ല. അവർ ഒന്നുമില്ലാത്ത ഈ ഈ സർക്കാർ ആശുപത്രികളിൽ വരാന്തയിൽ വരെ മാതാപിതാക്കളെ കിടത്താൻ തയ്യാറാണ്. അവിടെ എന്തുകൊണ്ട് അപ്പോൾ ഈ ഒരു സംഗതി എന്തുകൊണ്ട് അവിടെ അപ്ലിക്കബിൾ ആവുന്നില്ല? അവർക്ക് സ്വകാര്യ ആശുപത്രി സ്വീകരിക്കാമല്ലോ, സ്വകാര്യ വിദ്യാഭ്യാസം സ്വീകരിക്കുന്നത് പോലെ തന്നെ സ്വകാര്യ ആശുപത്രി സ്വീകരിക്കാം. പക്ഷെ അത് ചെയ്യുന്നില്ല. ആ ഘട്ടം വരുമ്പം, ആരോഗ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഈ സർക്കാർ ആശുപത്രിയാണ് സ്വീകരിക്കുന്നത്. അത് അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സർക്കാർ സ്കൂളും അതേപോലെ തന്നെ ഈ CBSE സ്കൂളും എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ അതിൽ വരുന്ന പണത്തിൻ്റെ വേരിയേഷൻ, അതിൻ്റെ അളവെന്ന് പറയുന്നത് അതിനൊരു സ്റ്റാൻഡേർഡ് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ, 5-ാം ക്ലാസ്സിൽ, 8-ാം ക്ലാസ്സിൽ, 10-ാം ക്ലാസ്സിൽ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് സർക്കാർ സ്കൂളിൽ ഒറ്റ പൈസയും കൊടുക്കാതെ പഠിക്കാം. ഇവിടെ ആകുമ്പോൾ ചിലപ്പോൾ 12,000 രൂപ 15,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ അത്. എന്നാൽ ആരോഗ്യരംഗത്ത് ചെല്ലുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്?
അത് മാറുകയാണ്. നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് അവിടുത്തെ ഉള്ള ആളുകൾക്കൊക്കെ അല്ല ചില്ലറ കുറച്ച് കാശൊക്കെ കൊടുത്ത് കുറച്ച് പൈസ വരുള്ളൂ, കൂടി വന്നാൽ ഒരു 5000 രൂപയൊക്കെ വരും. അതേ ഓപ്പറേഷൻ ഈ സ്വകാര്യ സ്ഥാപനത്തിൽ നടത്തുന്ന സമയത്ത് എത്രയാണ്, 10 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ വരും. 3 ഇരട്ടിയാണ്. അത്ര ആ ഡിഫറൻസാണ് അവരെന്ത് ചെയ്യാത്തത്, ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാത്തത്. അതിന് പകരം അവർ സർക്കാർ ആശുപത്രിയിലേക്കുണ്ട്. നമ്മളതിൻ്റെ ഒരു യാഥാർത്ഥ്യം ബോധം, റിയാലിറ്റി മനസ്സിലാക്കി അത്തരം കാര്യങ്ങളെ സമീപിച്ചാൽ കുറച്ചും കൂടി മെച്ചമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. CP ജോൺ ആകത്തുകയിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അല്ല, CP ജോൺ ഉദ്ദേശിച്ചത് എന്താണെന്ന് യഥാർത്ഥത്തിൽ CP ജോണിന് പോലും മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ വിശദീകരണം അങ്ങനെ നടത്തിയത്. വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളം വലിയ ദാരിദ്ര്യത്തിലാണ് എന്നുള്ളതാണ്. കേരളം അങ്ങനെ ദാരിദ്ര്യത്തിലാണെന്ന് ചോദിച്ചാൽ അല്ലെന്നൊന്നും ഞാൻ പറയില്ല. കേരളത്തിലൊക്കെ നല്ല ദാരിദ്ര്യമുണ്ട്. ആ ദാരിദ്ര്യമൊന്നും ഈ സർക്കാരിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർക്കാരിനോ ഒന്നും തീർക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കേരളം അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെയുള്ള ദാരിദ്ര്യം നമുക്കില്ല. നമുക്ക് ചെറ്റപ്പുരകളില്ല ഇപ്പോൾ. അല്ല, ദാരിദ്ര്യമാണെന്ന് പറയുന്നത് ഇപ്പം എന്തിനാണ് മാഷെ ഇവിടെ നല്ല പൈസയുള്ള സ്ത്രീകൾ പോലും സൗജന്യ പ്രിയദർശിനി യാത്ര എന്തിനാണ് അവർ സ്വീകരിക്കുന്നത്? നമ്മുടെ കയ്യിൽ പണമുണ്ട്, അവർക്ക് അല്ലാത്ത വാഹനത്തിൽ പോകാനോ? അവർ പോലും ഈ കഷ്ടപ്പെട്ട് ബാഗുകളിൽ ഇഷ്ടം പോലെ പണമുണ്ട്, എന്നിട്ടും ഇത് സ്വീകരിക്കുന്നത് അതോടെ ഇത് ശരിയാണോ? അതൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പോളിസിയുടെ അനുസരിച്ചിരിക്കും. ഗവൺമെൻറ് നിങ്ങൾ സ്ത്രീയാണോ, നിങ്ങൾ പണമടക്കണ്ട എന്ന കാഴ്ചപ്പാട് പുലർത്തുകയാണെങ്കിൽ പണമുള്ളവരും പണമില്ലാത്തവരുമൊക്കെ അതിൽ സഞ്ചരിക്കും. പകരം സർക്കാർ പറയണം പണമില്ലാത്തവർ മാത്രം സഞ്ചരിച്ചാൽ മതി. ഏറ്റവും പണമില്ലാത്തവരെ അപ്പോൾ സഞ്ചരിക്കുള്ളൂ. അതിൻ്റെ അകത്ത് റേഷൻ കാർഡ് നീലയും പച്ചയും ചുവപ്പും എന്നൊക്കെ പറഞ്ഞു കൊടുക്കണല്ലേ, അതുമാതിരി ആളുകൾക്ക് നിറം കൊടുക്കട്ടെ ഒരു സ്ത്രീകൾക്ക്, പിങ്ക് സ്ത്രീ, അവർ മാത്രം അതിനകത്ത് സഞ്ചരിച്ചാൽ മതി. അപ്പോൾ അവരെ സഞ്ചരിക്കുള്ളൂ. എന്ത് പറയാനാണ്, മനുഷ്യൻ്റെ ഒരു യാഥാർത്ഥ്യബോധമില്ലാതെ കാര്യങ്ങളിങ്ങനെ നടക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത്. ശരി.